എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ, എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വൈൽ റൈറ്റിംഗ് ഓർ വൈൽ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പം അല്ലെ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരുന്നപ്പം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സംഭവിക്കുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. അങ്ങനെ എന്ത് സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെല്ലാം സംഭവിച്ചിട്ടുള്ളൂ. കറക്റ്റായിട്ട് ആ പ്രോഗ്രാം ആദ്യത്തെ പ്രാവശ്യം ഒന്നും വർക്ക് ചെയ്തില്ലല്ലോ, എററുകളല്ലേ സംഭവിച്ചു കംപ്ലീറ്റ്. ആ എററിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. എററിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. പക്ഷെ അത് ഒറ്റയടിക്ക് എറർ അല്ല. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇതാണ്: അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ വൈൽ എക്സിക്യൂട്ടിംഗ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സംഭവിച്ചു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ലോജിക്കൽ എറർ കൊണ്ട് സംഭവിക്കാം, അല്ലെ സിൻടാക്സ് എറർ കൊണ്ട് സംഭവിക്കാം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സംഭവിക്കാം, ഇതൊന്നും അല്ല കീബോർഡ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കാം, മൗസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കാം, കറണ്ട് പോയാൽ സംഭവിക്കാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് എൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കാം. അത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എപ്പോഴും സിൻടാക്സ് എററാണ്. സിൻടാക്സ് എറർ അല്ലെങ്കിൽ ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ ഉണ്ടാവാനുള്ള കാര്യം ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയത്തില്ല. സിൻടാക്സ് എറർ നിങ്ങൾക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പം നിങ്ങൾ S3 ഒക്കെ ആയതുകൊണ്ട് ലോജിക്കൽ എറർ പഞ്ഞിയും വരത്തില്ല, നിങ്ങൾക്ക് നേരത്തെ അറിയാതെ എന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം നിങ്ങൾക്ക് സ്ഥിരം വരുന്ന ഒരു സാധനമാണ് സിൻടാക്സ് എറർ. പക്ഷെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ സിൻടാക്സ് എറർ വലിയ പ്രശ്നമില്ല. കാരണം അത് കമ്പൈലർ നമ്മളെ കൊണ്ട് ശരിയാക്കിക്കോളും. കമ്പൈലർ വിളിച്ചു പറയുന്നു അത് തെറ്റാണ്, അവിടെ സെമിക്കോളൻ ഇട്ടിട്ടില്ല, ഇഫ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇട്ടിട്ടില്ല, ഇഫ് കഴിഞ്ഞ് ഉടനെ ബ്രേസസ് ഓപ്പൺ ചെയ്തേക്കുക എന്നൊക്കെ കമ്പൈലർ നമ്മളെ കൊണ്ട് വിളിച്ചു പറയും. കമ്പൈൽ ചെയ്യുമ്പോൾ സമയത്ത് ഉണ്ടാവുന്ന എററാണ് സിൻടാക്സ് എറർ. അന്നേരം എററുകൾ ഉണ്ടാവാൻ രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടാവാം. ഒന്ന് കമ്പൈൽ ടൈം എറർ ഉണ്ടാവാം, രണ്ട് റൺ ടൈമിൽ ഉണ്ടാവാം. റൺ ടൈമിൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എറർ ഉണ്ടാവാം. രണ്ടാമത്തത് ഒരു എക്സെപ്ഷൻ ഉണ്ടാവുന്ന കമ്പൈൽ ടൈം. എന്നിട്ട് ഇത്രയും ഞാൻ പറഞ്ഞു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു സംഭവിക്കുന്നു, എൻ്റെ പ്രോബ്ലം എക്സിക്യൂഷൻ സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ സംഭവിക്കുന്ന പരിപാടി വിളിക്കുന്നവരാണ് എക്സെപ്ഷൻ. ആ എക്സെപ്ഷൻ ഉണ്ടാവുന്ന അല്ലെ എക്സെപ്ഷൻസ് ആർ ബേസിക്കലി 2 types. ഒന്ന് കമ്പൈൽ ടൈം, രണ്ട് റൺ ടൈം. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എററുകൾ കമ്പൈലർ ശരിയാക്കിക്കോളത്തില്ല, കമ്പൈലർ നമ്മളെ കൊണ്ട് വിളിച്ചു പറയും. അന്നേരം കമ്പൈൽ ടൈം എക്സെപ്ഷൻസ്. പ്ലീസ് ലൈക്ക്, സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. രണ്ടെണ്ണം കമ്പൈൽ ടൈം, രണ്ട് റൺ ടൈം. കമ്പൈൽ ടൈമിന്റെ എക്സാമ്പിൾ ആണ് ഏതാ? സിൻടാക്സ് എറർ. പിന്നെ ഒരു എററാണ്, വേറെ ഒരു എറർ പറയാമോ? കമ്പൈൽ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം വിളിച്ചു പറയും കണ്ട് ഇത് തെറ്റാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് അത് റണ്ണാവുന്നില്ല, ഉടനെ ഒരു എറർ വിളിച്ചു പറയും, കമ്പൈലർ വിളിച്ചു പറയും അത് തെറ്റാണ്, ഇത് തെറ്റാണ്. രണ്ടാമത് വരുന്ന വേറെ എററാണ് കറക്റ്റായിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തില്ല. നോട്ട് ഇൻക്ലൂഡ് ഹെഡർ ഫയൽസ്. ഹെഡർ ഫയലിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല. ഈ പറഞ്ഞ കേസിലെല്ലാം ബേസിക് ആയിട്ട് വരുന്ന സിൻടാക്സ് എറർ ആണ്. സിൻടാക്സ് എറർ അല്ലെങ്കിൽ ഒരു ഹെഡർ ഫയലിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാതെ cout ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ strlen ഉപയോഗിക്കുന്നു. എന്ത് ചെയ്യാതെ? string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഉപയോഗിക്കാതെ fstream ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, fstream എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാതെ. ഈ പറയുന്ന കേസിലെല്ലാം കമ്പൈലർ വിളിച്ചു പറയും കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ. കമ്പൈൽ ചെയ്തതിന് ശേഷമാണ് റൺ ചെയ്യുന്നത്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എററിനെ വിളിക്കുന്ന പേരാണ് കമ്പൈൽ ടൈം എറർ. അതിൻ്റെ എക്സാമ്പിൾ ആണ് സിൻടാക്സ് എറർ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരു ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യാതെ ആ ഹെഡർ ഫയലിനകത്തുള്ള ഒരു ഫംഗ്ഷൻ നമ്മൾ ഇട്ട് ആക്സസ് ചെയ്യുന്നു. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. strlen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, പക്ഷേ ഞാൻ string.h ഉപയോഗിച്ചില്ല. അല്ലെങ്കിൽ fstream എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നു, fstream.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് കറക്റ്റായിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാതോ അല്ലെങ്കിൽ ഒരു സിൻടാക്സ് എറർ വരുവാണെങ്കിൽ കമ്പൈൽ ടൈമിൽ ഉണ്ടാവുന്ന എററാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. ആ എറർ ആര്? കമ്പൈലർ വിളിച്ചു പറയും, അല്ലെങ്കിൽ കമ്പൈലർ അവിടെ വെച്ച് എററാന്ന് പറഞ്ഞ് അവിടെ വെച്ച് നിൽക്കും. രണ്ടാമത്തെ എററാണ് റൺ ടൈം എറർ. റൺ ടൈം എററിന് വേറൊരു പേരുണ്ട്, ആ പേരാണ് എക്സെപ്ഷൻ.
റൺ ടൈം എററിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. എന്നാൽ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്തു, കുഴപ്പമൊന്നുമില്ല, നല്ലോണം കമ്പൈലായി എററൊന്നും കാണിച്ചില്ല. പക്ഷെ അത് റൺ ചെയ്യാൻ നോക്കിയപ്പം എറർ കാണിക്കുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? എക്സാമ്പിൾ ആണ് ഡിവൈഡ് ബൈ 0. ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുക പറ്റുമോ? എന്റെ പ്രോഗ്രാമിനകത്ത് 2 വേരിയബിൾ ഉണ്ട്, എ ഉണ്ട് ബി ഉണ്ട്. ഇൻ എ കോമ ബി ക്ലാസ്സിനകത്ത് എഴുതാമല്ലോ. ഒരു ഡിഫാൾട്ട് കൺസ്ട്രക്ടറിനകത്ത് ഞാൻ എഴുതി സി ഔട്ട് എന്റെ 2 നമ്പേഴ്സ് എന്നാണ് എഴുതിയേക്കുന്നത്. സി ഇൻ എയും ബിയും വാങ്ങിച്ചു, എയും ബിയും റീഡ് ചെയ്തു. എന്നിട്ട് അടുത്ത ലൈൻ ഞാൻ പറഞ്ഞത് സി ഔട്ട് ലെസ് ദാൻ എ ബൈ ബി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ എഴുതിക്കൂടെ? എഴുതാം. അന്നേരം എൻ്റെ ക്ലാസ്സിനകത്ത് 2 വേരിയബിളിൻ്റെ എ ഉണ്ട് ബി ഉണ്ട്, പബ്ലിക് വെച്ചു. ഒരു ഡിഫാൾട്ട് കൺസ്ട്രക്ടർ വെച്ചിട്ട് എയും ബി ഞാൻ റീഡ് ചെയ്തിട്ട് എ ബൈ ബി പ്രിന്റ് ചെയ്തു. ഫംഗ്ഷൻ ക്ലോസ് ചെയ്ത് ക്ലാസ് ക്ലോസ് ചെയ്ത് മെയിനകത്ത് വന്നിട്ട് ഇത് റൺ ചെയ്താൽ ഒരു പ്രശ്നമില്ലാതെ കമ്പൈലാവും, റണ്ണും ആവും. പക്ഷെ റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്ക് കൊടുക്കാൻ പോകുന്ന വാല്യൂ 10ഉം ബിക്ക് കൊടുക്കാൻ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. അന്നേരം ഇതെന്ത് സംഭവിക്കും? 10/0 ആവും. എനി നമ്പർ ഡിവൈഡ് ബൈ 0 എത്ര? 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് സംഭവിച്ചത് എപ്പോഴാ? റൺ ടൈമില്ല. പ്രോഗ്രാമിനകത്ത് എററൊന്നുമില്ല, എന്റെ ലോജിക്കിനകത്ത് എററൊന്നുമില്ല. പക്ഷെ ഞാൻ കൊടുത്ത വാല്യൂവിന്റെ പ്രശ്നമാണ്. റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ എററാണ് ഡിവൈഡ് ബൈ 0 എറർ. അങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് റൺ ടൈമിൽ ഒരു എറർ വന്നാൽ എന്ത് വരും? പ്രോഗ്രാം അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. ഞാനൊരു 100 ലൈനുള്ള പ്രോഗ്രാം എഴുതിയെന്ന് വിചാരിക്കുക. അതിനകത്ത് 3ാമത്തെ ലൈൻ എല്ലാം കമ്പൈലായി, 3ാമത്തെ ലൈൻ തെറ്റാണ് എങ്കിൽ കമ്പൈൽ ടൈം ആണെങ്കിലും ശരി റൺ ടൈം ആണെങ്കിലും ശരി അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. അവിടെ ഒരു ചുമപ്പ് സാധനം അവിടെ വന്ന് നിൽക്കും. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഇതായിട്ട് നോക്കത്ത് പോലും ഇല്ല, അവിടെ എററാന്ന് പറയും. വെച്ചാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻ എൻ്റെ പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും, മുന്നോട്ട് പിന്നെ റൺ ചെയ്യിക്കത്തില്ല. അന്നേരം വലിയൊരു പ്രോഗ്രാം ആണെന്ന് വിചാരിക്കുക, 100 ലൈനുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൽ 5ാമത്തെ ലൈനോ 10ാമത്തെ ലൈനോ തെറ്റാണെങ്കിൽ പിന്നെ താഴോട്ട് നോക്കത്തില്ല, പരിപാടി കഴിഞ്ഞു. നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവാം. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു 3ാമത്തെ ലൈനിലോ 5ാമത്തെ ലൈനിലോ എറർ വന്നാൽ ആ എററിനെ ഹാൻഡിൽ ചെയ്തിട്ട് ബാക്കിയുള്ളത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവാം, ടെർമിനേറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് സാധാ കേസിൽ ഡിഫോൾട്ട് കേസിൽ ഒരു എറർ വന്നാൽ കമ്പൈൽ ടൈം എറർ നിങ്ങൾ കണ്ടിട്ടുള്ള, സിൻടാക്സ് എറർ കണ്ടിട്ടുള്ള, അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുക, അല്ലേ? ഈ പ്രോഗ്രാം തെറ്റാണ് എന്ന് പറഞ്ഞ് നിർത്തുക. ആ സിൻടാക്സ് ശരിയാക്കി കൊടുത്തെങ്കിലേ പിന്നെ ബാക്കി ഇതായിട്ട് നോക്കത്തുള്ളൂ. അതേസമയം നമുക്കൊരു എറർ വന്നാൽ സിൻടാക്സ് എറർ അല്ല പറയുന്നത്, നമ്മൾ പറയുന്ന എപ്പോഴും ഏതാ? റൺ ടൈമിലുള്ള എറർ. റൺ ടൈമിലുള്ള എറർ ആണ് ഈ പറയുന്നത്. പ്രൊഫഷൻ നോക്കുന്നതില്ല. റൺ ടൈമിലുള്ള എറർ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, ഡിവൈഡ് ബൈ 0. ഇത് ഞാൻ റൺ ടൈമിലാണ് സംഭവിച്ചത്. റൺ ടൈമിൽ ഇങ്ങനെ ഒരു എറർ വന്നാൽ പ്രോഗ്രാം അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാതെ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പോവാം. ഹാൻഡിൽ ചെയ്ത് ഒരു മെസ്സേജ് ഒക്കെ കൊടുക്കാൻ പോവാം. നിങ്ങൾ കൊടുത്ത ഇൻപുട്ട് തെറ്റാണോ എന്ത് വേണം കൊടുക്കാം. ആ മെസ്സേജ് കൊടുത്തതിന് ശേഷം ഇതിന് ബാക്കി റൺ ചെയ്യണം. അത് ചെയ്യുന്ന പരിപാടി വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ്. ഇപ്പൊ ക്ലിയർ ആയി? അന്നേരം എക്സെപ്ഷൻ എന്താണെന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ഹാൻഡിലിംഗ് ഞാൻ പറഞ്ഞു. അന്നേരം എക്സെപ്ഷൻ എന്ന് വെച്ചാൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തോ എന്റെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന പരിപാടി വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. എക്സെപ്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കമ്പൈൽ ടൈം എറർ ഉണ്ട്, റൺ ടൈം എറർ ഉണ്ട്. കമ്പൈൽ ടൈം എററിന്റെ എക്സാമ്പിൾ ആണ് സിൻടാക്സ് എറർ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാതെ ആ ഹെഡർ ഫയലിനകത്തുള്ള ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇത് കമ്പൈലർ നമ്മളെ കൊണ്ട് ശരിയാക്കും, അല്ലെങ്കിൽ കമ്പൈലർ അവിടെ വെച്ച് എറർ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. 2ാമത്തെ എററിനെ വിളിക്കുന്ന പേരാണ് റൺ ടൈം എറർ. റൺ ടൈം എററിന്റെ വേറൊരു പേരാണ് എക്സെപ്ഷൻ. ഇപ്പോഴാണ് എക്സെപ്ഷൻ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് വന്നത്. ആ എക്സെപ്ഷന്റെ എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറഞ്ഞുള്ളൂ. ഒന്ന് ഡിവൈഡ് ബൈ 0. ഡിവൈഡ് ബൈ 0യിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അത് കമ്പൈൽ ആവും. പക്ഷെ അത് റൺ ചെയ്യുമ്പം ഞാൻ ബിയുടെ വാല്യൂ 0 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്ന് വന്നിട്ട് പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ പോകാതെ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് അടുത്ത ലൈനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പരിപാടി, അല്ലെങ്കിൽ അതിനെ ഹാൻഡിലൂടെ ചെയ്യുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ്. ഒരു അറയുണ്ട്, അറയുടെ സൈസ് 10 ആണ്. അറയുടെ സൈസ് 10 ആണ്. എന്നിട്ട് 10 എലമെന്റ് എല്ലാം എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? A9 വരെയല്ല പറ്റത്തുള്ളൂ. ഞാൻ A25 ആക്സസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. റൺ ടൈമിൽ ഉണ്ടായ എററാണ്. ഇൻഡ് A10 ഇതിനകത്ത് മാക്സിമം 10 എലമെന്റേ പറ്റൂ. ഞാൻ പ്രോഗ്രാമിൽ എഴുതി വെക്കുവാണ്, അല്ലെങ്കിൽ പ്രോഗ്രാം ഒരു ഫോർ ലൂപ്പിനകത്താണ് സംഭവിച്ചത്. അതിനകത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് A of i ഈക്വൽസ് എന്തെങ്കിലും ഐയുടെ വാല്യൂ 100 ആയെന്ന് വിചാരിച്ചോ.
ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. കമ്പൈലാവും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഐയുടെ വാല്യൂ കൂടി ഇതിനെക്കാട്ടി കൂടുതൽ പോകണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. അറേ ഔട്ട് ഓഫ് ബൗണ്ട്സ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് ഇല്ലാത്ത ഒരു ഇൻഡെക്സിനെ ആക്സസ് ചെയ്യുക. റൺ ടൈമിലുണ്ടാവുന്ന അടുത്ത റൺ അത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു വണ്ടിക്കകത്തിരുന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, എന്തോ പറ്റും? ഡ്രൈവിംഗ് അറിയാവുന്നവർ അങ്ങനെ ഒന്ന് ഉറങ്ങി നോക്കുക, വിവരം അറിയും. വണ്ടിക്ക് വഴി അറിയാവുന്നതുകൊണ്ട് പൊയ്ക്കോളൂ അല്ലേ? ഇല്ല, പോകത്തില്ല. വണ്ടിക്കകത്തിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങി എന്ന് മനസ്സിലാക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ പ്രഷർ കുറയും, നമ്മൾ പിടിച്ചേക്കുന്ന സ്റ്റിയറിംഗിന്റെ പ്രഷർ കുറയും, നമ്മുടെ കണ്ണിന്റെ ഈ പോള അടയും. കണ്ണിന്റെ പോള അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിയെന്ന് അർത്ഥം. എന്നിട്ട് ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കും? ആ കാർ എങ്ങനെ മനസ്സിലാക്കും? സെൻസറുകൾ വെക്കും. അന്നേരം സെൻസർ വെച്ചിട്ട് സീറ്റിലെ പ്രഷർ കുറയുന്നു, അല്ലെ സ്റ്റിയറിംഗിനകത്ത് കംപ്ലീറ്റ് സെൻസറാണ്, സ്റ്റിയറിംഗിനകത്ത് നമ്മുടെ പിടുത്തത്തിന്റെ ഫോഴ്സ് കുറയും. അങ്ങനെ ഫോഴ്സ് കുറയുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് എന്തോത്തിന്റെ സൗണ്ട്, പാട്ട് വെച്ചാലും ഇല്ലെങ്കിലും പാട്ടിന്റെ സൗണ്ട് ഫുൾ വോളിയത്തിലേക്കാവും. എന്നിട്ട് നമ്മൾ ഉണരും എന്ന് വിചാരിച്ചാണ്. എന്നിട്ടും നമ്മൾ ഉണർന്നില്ലെങ്കിൽ 4 വിൻഡോയും താന്നിട്ട് തന്നെ കാറ്റടിച്ചകത്തേക്ക് വരും. എന്നിട്ടും നമ്മൾ ഉണർന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണ് നേരത്തെ കടയും. എന്നിട്ട് നമ്മുടെ കണ്ണ് അടയുമെന്ന് വെച്ചാൽ സീറ്റിന് മേളിലായിട്ട് നമ്മളെ സെൻസ് ചെയ്തൊരു സെൻസർ ഇരിപ്പുണ്ട്. ആ സെൻസർ വെച്ച് വണ്ടി തന്നെ റോഡിൽ നിന്ന് താഴെ ഇറങ്ങി പാർക്ക് ചെയ്യും. ഒരു എക്സെപ്ഷനാണ്. ഈ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തില്ല എന്ത് സംഭവിക്കും? ജീവിതമേ നിന്നു പോകും. അല്ലേ? അതാണ് ചെയ്യാൻ പോകുന്നത്. റൺ ടൈമിൽ ഉണ്ടാവുന്ന എറർ. ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുന്ന റൺ ടൈം, കാറിന് പ്രശ്നമൊന്നുമില്ല, കാർ കമ്പയർ ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല, റൺ ചെയ്യുമ്പം ഉണ്ടാവുന്ന പ്രശ്നം, റോഡിൽ കൂടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ പോവുക. ഹാൻഡിൽ ചെയ്തിട്ട് ആ പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ ഉള്ള വണ്ടിക്ക് ആൾ ഉറങ്ങിയാൽ ഒരു പ്രശ്നമില്ല, വണ്ടി ഹാൻഡിൽ ചെയ്യാൻ ഒത്തിരി പരിപാടികളുണ്ട്. നേരത്തെ അങ്ങനെ എല്ലാവരും വണ്ടി അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും, റോഡിൽ പിന്നെ മുന്നോട്ട് പോകത്തില്ല, സൈഡിൽ വണ്ടി ഇറങ്ങി പാർക്ക് ചെയ്യും. ഇപ്പം അങ്ങനെ പോലും അല്ല, ഡെസ്റ്റിനേഷനിൽ ചെന്നിട്ട് അയാളെ വീട്ടുകാർ വിളിച്ചോളത്തി ഇങ്ങ് വന്നതെന്ന് പറയും. അന്നേരം അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. അന്നേരം എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ആണ് പറയാൻ പോകുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്താന്ന് ഞാൻ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം. C++നകത്ത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം ചെയ്യുന്ന 4 രീതിയിലാണ്. ഒന്ന്, ഹിറ്റ് ആൻഡ് എക്സെപ്ഷൻ. ഹിറ്റ് ആൻഡ് എക്സെപ്ഷൻ. ആദ്യം ഒരു എക്സെപ്ഷൻ ഉണ്ടാവണം. റൺ ടൈമിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഫൈൻഡ് ആൻഡ് എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷൻ കണ്ടുപിടിക്കണം. റൺ ടൈമിൽ ഒരു എക്സെപ്ഷൻ ഉണ്ടാവണം. 2, ഇൻഫോം. എക്സെപ്ഷൻ occur. ആദ്യം ഒരു എക്സെപ്ഷനെ കണ്ടുപിടിക്കണം. ആദ്യത്തെ പ്രോസസ് 4 പ്രോസസ്സാണ്. ആദ്യം ഒരു എക്സെപ്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ എക്സെപ്ഷനെ കണ്ടുപിടിക്കണം. അതാണ് ഒരു ഹിറ്റ് ആൻഡ് എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഒരു എക്സെപ്ഷനെ ഫൈൻഡ് ചെയ്യണം. അങ്ങനെ ഫൈൻഡ് ചെയ്താൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടായേ എന്ന് ഇൻഫോം ചെയ്യണം, വിളിച്ചു പറയണം. സെൻസർ വെച്ച് അറിയണം, കാറിന് മനസ്സിലാവണം, വിളിച്ചു പറയണം. ഇയാൾ ഉറങ്ങുവാന്നേ എന്ന് കാറിനോട് വിളിച്ചു പറയണം. വിളിച്ചു പറയുന്ന പരിപാടി വിളിക്കുന്നവരാണ് ത്രോ. എക്സെപ്ഷൻ കാറിനോട് വിളിച്ചു പറയണം, താണ്ട് അയാൾ ഉറങ്ങുന്നേ. ആദ്യം ഒരു എറർ ഉണ്ടാവണം. എറർ ഉണ്ടാകുന്നതിനാണ് ഹിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹിറ്റ് ആൻഡ് എക്സെപ്ഷൻ. അങ്ങനെ ഒരു എക്സെപ്ഷൻ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പരിപാടി എന്ന് വെച്ചാൽ അത് ത്രോ ചെയ്യണം. 3, റിസീവ്. ദ എക്സെപ്ഷൻ ഇൻഫർമേഷൻ. ഇന്നലെ കാറ് വിളിച്ചു പറഞ്ഞു, സെൻസർ വിളിച്ചു പറഞ്ഞു, ഇതാണ്ട് അയാൾ ഒരു ഉറങ്ങുന്നേന്ന്. അങ്ങനെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും മെക്കാനിസം ഉണ്ടല്ലോ. ആ മെക്കാനിസം റിസീവ് ചെയ്യണം, അയാൾ ക്യാച്ച് ചെയ്യണം.
catch exception. ആദ്യം ഒരു എറർ ഉണ്ടാവണം. എറർ ഉണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹിറ്റ് എക്സെപ്ഷൻ. അങ്ങനെ ഒരു എറർ ഉണ്ടായി കഴിഞ്ഞാൽ രണ്ടാമത്തെ പരിപാടി വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്താണെങ്കിൽ സെൻസർ ആണ് വിളിച്ചു പറയുന്നത്. സെൻസർ നമ്മൾ പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ പറയാം, സെൻസർ വിളിച്ചു പറയണം, എറിയണം. അതാണ് ത്രോ എക്സെപ്ഷൻ. ആർക്കാണോ അത് സ്വീകരിക്കുന്നത്, ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരാൾ കാണും, അയാൾ അതിനെ ക്യാച്ച് ചെയ്യണം. അതാണ് ക്യാച്ച് എക്സെപ്ഷൻ. 4 പെർഫോം the correct action. ക്യാച്ച് ചെയ്ത ആളെന്ത് ചെയ്യണം? ക്യാച്ച് ചെയ്ത ആളെന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്യണം. സോൾവ് നീഡഡ് ആക്ഷൻ. ഈ 4 കാര്യങ്ങളാണ് പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. ആദ്യം ഒരു എറർ ഉണ്ടാവണം. എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സാധ്യതയുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് ഹിറ്റ് ആൻഡ് എക്സെപ്ഷൻ അല്ലെങ്കിൽ ഫൈൻഡ് ആൻഡ് എക്സെപ്ഷൻ. അങ്ങനെ ഒരു എറർ ഉണ്ടായാൽ അതിനെ വിളിച്ചു പറയണം. എന്താണെങ്കിൽ ഇങ്ങനെ ഒരു എറർ ഉണ്ടായേ, ആ വിളിച്ചു പറയുന്ന പരിപാടി വിളിക്കുന്നവരാണ് ത്രോ എക്സെപ്ഷൻ. അങ്ങനെ ആരെങ്കിലും ഒരാൾ വിളിച്ചു പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്താണെങ്കിൽ സെൻസർ വിളിച്ചു പറയും ഇങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ടായേ. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട്. ആ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉള്ള ആൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തിട്ട് നാലാമത്തെ എന്താ? അത് ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ സോൾവ് ചെയ്യണം. ഇവിടെ ഹാൻഡിലിംഗ് എന്നും ഇവിടെ ഇരിക്കും. സോൾവ് ദ ആക്ഷൻ ഓർ ഹാൻഡിൽ ദി എക്സെപ്ഷൻ. ഈ 4 കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഹാൻഡിൽ ദി എക്സെപ്ഷൻ അല്ലെങ്കിൽ സോൾവ് ദി എക്സെപ്ഷൻ. നേരെ ആദ്യം ഒരു എറർ ഉണ്ടാവണം. 2 എറർ ഉണ്ടായേ എന്ന് വിളിച്ചു പറയണം. വിളിച്ചു പറയുന്നതിനെ വിളിക്കുന്നവരാണ് ത്രോ എക്സെപ്ഷൻ. അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ആരാണ്ട് അത് സ്വീകരിക്കണം. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് നമ്മുടെ വണ്ടിക്കകത്ത് കാണും, അയാൾ സ്വീകരിക്കണം. ആ സ്വീകരിക്കുന്ന ആളിനെ വിളിക്കുന്നവരാണ് ക്യാച്ച് എക്സെപ്ഷൻ. അയാൾ എന്ത് ചെയ്യും? അതിനെ ഹാൻഡിൽ ചെയ്യണം. ആര്? ഈ പറഞ്ഞ യൂണിറ്റ് അയാൾ ഹാൻഡിൽ ചെയ്യണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാറിനകത്ത് ഉറങ്ങിയാൽ സംഭവിക്കുന്നത്. അന്നേരം എക്സെപ്ഷൻ ഹാൻഡലിംഗ് മെക്കാനിസം C++നകത്ത് ചെയ്യുന്നത് 3 കീവേഡ് വെച്ചാണ്. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന 3 കീവേഡ് വെച്ചാണ്. അന്നേരം ഒന്നുകൂടെ പറയുന്നു, എക്സെപ്ഷൻ ഹാൻഡലിംഗ് മെക്കാനിസം. എക്സെപ്ഷൻ ഹാൻഡലിംഗ് മെക്കാനിസം എന്ന് വെച്ചാൽ 4 സ്റ്റെപ്പ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആദ്യം ഒരു എറർ ഉണ്ടാവണം, അല്ലെ ഫൈൻഡ് ചെയ്യണം, അല്ലെ ഹിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു എറർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് അത് വിളിച്ചു പോകണം, അല്ലെ വിളിച്ച് പറയണം. അങ്ങനെ വിളിച്ച് പറയുന്ന പരിപാടി വിളിക്കുന്നവരാണ് ത്രോ എക്സെപ്ഷൻ. അങ്ങനെ അയാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടായിരിക്കും. ഒരു യൂണിറ്റ് ആയിരിക്കത്തില്ല, ഒത്തിരി പേര് കാണത്തില്ലേ? ഞാൻ ഈ പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ അല്ലേ? അങ്ങനെ ഒത്തിരി യൂണിറ്റുകൾ പല എററുകൾ വന്നാൽ ഹാൻഡിൽ ചെയ്യാനുള്ള ആൾക്കാർ കാണും. ഒത്തിരിയും ക്യാച്ചുകൾ കാണും. ഇതിൽ ഏത് ക്യാച്ച് ആണോ അതുമായിട്ട് മാച്ച് ആവുന്ന ആ കറസ്പോണ്ടിങ് ക്യാച്ച് അതിനെ ക്യാച്ച് ചെയ്യും, റിസീവ് ചെയ്യും. ആ എക്സെപ്ഷൻ റിസീവ് ചെയ്തിട്ട് 4ാമത്തെ സ്റ്റെപ്പ് അയാൾ അതിനെ ഹാൻഡിൽ ചെയ്യും. അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അത് ഹാൻഡിൽ ചെയ്തിട്ട് വണ്ടി പിന്നെയും മുന്നോട്ട് പോകാനുള്ള പരിപാടികൾ ചെയ്യാൻ നോക്കും. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം. ഈ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം C++നെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 കീവേഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കീവേഡാണ് ട്രൈ, 2 ത്രോ, 3 ക്യാച്ച്. ട്രൈ, ത്രോ, ക്യാച്ച്. ഈ 3 കീവേഡുകൾ ഉപയോഗിച്ചാണ് എക്സെപ്ഷൻ ഹാൻഡലിംഗ് മെക്കാനിസമായ 4 സ്റ്റെപ്പുകൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ഇറ്റ് ഈസ് എ ബ്ലോക്ക് അല്ലെങ്കിൽ ട്രൈ ബ്ലോക്ക്. ഈ ബ്ലോക്ക് എന്തോ C++ലൊക്കെ ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്താ ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ഓപ്പണിംഗ് ബ്രേസസ് തൊട്ട് ക്ലോസിംഗ് ബ്രേസസ് വരെ, ഒരു ഓപ്പണിംഗ് ബ്രേസസ് തൊട്ട് ക്ലോസിംഗ് ബ്രേസസ് വരെ അതിനെ ഒരു ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. എന്നാൽ ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. Try block contains the statements which may have error. Try block contains the statements or a set of codes. Try block contains set of statements
or code which may contain or which may occur an error. ട്രൈ ബ്ലോക്കിനകത്തായിരിക്കണം എറർ ഉണ്ടാവണ്ടേ, അല്ലെ എറർ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സ്ഥലം ട്രൈക്കകത്തായിരിക്കണം. വിച്ച് മേ കണ്ടെയ്ൻ ആൻ എറർ ഓർ വിച്ച് മേ occur an error. ഒരു ചാൻസ് എവിടാണോ വരുന്നത്, ആ ചാൻസ് എപ്പോഴും എവിടെ ആയിരിക്കണം, ട്രൈക്കകത്തായിരിക്കണം. വേറെ എങ്ങനെ സംഭവിക്കരുത്. അന്നേരം നമുക്കറിയണമെന്നില്ല, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്കറിയാവുന്നില്ല ഇന്ന സ്ഥലത്ത് എറർ ഉണ്ടാവുന്നു. അതുകൊണ്ട് ആ സ്ഥലം തന്നെ എഴുതണമെന്നില്ല, കുറേ സ്ഥലം ഒന്നിച്ച് ട്രൈക്കകത്താക്കാം. നമുക്ക് ഒരു ഏകദേശ ഐഡിയ മതി എവിടെ എറർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ, തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു എററിനകത്ത് ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞ എററിനകത്ത് എറർ വരാൻ ചാൻസ് ഉള്ള എവിടെ ആയിരിക്കും, A/B എഴുന്നെടുത്ത് അല്ലേ, A/B എഴുന്നെടുത്താൽ. അങ്ങനെ അത് വ്യക്തമായിട്ട് അറിയണമെന്നില്ല, കുറേ സ്റ്റേറ്റ്മെന്റ്സ് ഗ്രൂപ്പ് ചെയ്ത് വെച്ചാൽ മതി. പക്ഷേ എറർ ഉണ്ടാവുന്നത് എവിടെ ആയിരിക്കണം, ട്രൈക്കകത്തേ ആവാവൂ, വണ്ടിക്കകത്തേ ആവുള്ളൂ, വണ്ടിക്ക് പുറത്ത് വരത്തില്ല. അന്നേരം വണ്ടി കംപ്ലീറ്റ് ആ ട്രൈ ബ്ലോക്കിനകത്തായിരിക്കും. ആ വണ്ടിക്ക് പുറത്ത് നിന്ന് ഒരു എറർ ഉണ്ടായാൽ അയക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, വിളിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വണ്ടിക്കകത്തായിരിക്കണം, അതെന്ന് വെച്ചാൽ നമ്മുടെ ലോജിക്കിനകത്തായിരിക്കണം. നമുക്കത് എത്രമാത്രം ആണ് അറിയുന്നത് എന്നുള്ളതൊന്നും പ്രശ്നമല്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് എഴുതാം. അതെന്ന് വെച്ചാൽ ട്രൈക്കകത്ത് കുറേ സ്റ്റേറ്റ്മെന്റ്സുകൾ വരാം, പക്ഷേ ഒരു എറർ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ഒരു എറർ ഹിറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കണം, ട്രൈക്കകത്തായിരിക്കണം. ട്രൈ ഒരു ബ്ലോക്കാണ്. ട്രൈ ഇതാണ് ട്രൈയുടെ സിന്റാക്സ്. ത്രോ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മുടെ മെക്കാനിസത്തിനകത്ത് രണ്ടാമത്തെ പാർട്ടാണ്. ഇൻഫോം ചെയ്യും. ത്രോ ഇൻഫോം ബ്രാക്കറ്റിൽ ത്രോസ്, ത്രോ ഇൻഫോം ബ്രാക്കറ്റിൽ ത്രോസ് വിളിച്ചു പറയും. ത്രോ ചെയ്യും, എറിയും. ത്രോസ്. The exception that occurred in try block. ട്രൈ ബ്ലോക്കിനകത്ത് താണ്ട് ഇങ്ങനെ ഒരു എറർ ഉണ്ടായേ എന്ന് വിളിച്ചു പറയും. അതായത് ത്രോ എവിടെ ഇരിക്കുമായിരുന്നു, ട്രൈക്കകത്ത് വരണം. പുറത്തേക്ക് ഇന്നാണ് പറ്റത്തില്ലല്ലോ, ട്രൈക്കകത്താണ് എറർ ഉണ്ടാവണ്ടേ. അങ്ങനെ ഒരു എറർ ഉണ്ടായാൽ, ഇങ്ങനെ ഒരു എറർ ഉണ്ടായേ എന്ന് വിളിച്ചു പറയാൻ വേണ്ടിയാണ് ആരിയിരിക്കുന്നത്, ത്രോ ഇരിക്കുന്നത്. ത്രോ എപ്പോഴും ട്രൈക്കകത്ത് വേണം എന്ന് വെച്ചാൽ ദാണ്ട് ഇതിനകത്ത് വരും. ത്രോ എക്സെപ്ഷൻ. ട്രൈക്കകത്താണ് എറർ ഉണ്ടാവുന്നത്, ട്രൈക്കകത്താണ് ത്രോ ഇരിക്കുന്നത്. ട്രൈക്കകത്താണ് എറർ ഉണ്ടാവാനുള്ള ചാൻസ്. ആ ചാൻസ് എത്ര വേണേലും നമുക്ക് കൂട്ടാം. ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എഴുതാം. അതിനകത്തെ എറർ ഉണ്ടാവാവൂ, അല്ലെ ഒരു ഹിറ്റ് ചെയ്യാവൂ. അങ്ങനെ ഒരു എറർ ഹിറ്റ് ചെയ്താൽ രണ്ടാമത്തെ പരിപാടി ത്രോയാണ്. ത്രോ അത് എക്സെപ്ഷനെ വിളിച്ചു പറയും, അല്ലെ എറിഞ്ഞു കൊടുക്കും. ട്രൈ ബ്ലോക്കിന്റെ ഈ ബ്രേസസ് ക്ലോസ് ചെയ്തതിന്റെ തൊട്ടടുത്തായിരിക്കണം ക്യാച്ച്. ക്യാച്ച് എന്ത് ചെയ്യും, റിസീവ്സ് ദി എക്സെപ്ഷൻ. അതാണ്ട് ഈ എക്സെപ്ഷനെ റിസീവ് ചെയ്തിട്ട് ഇറ്റ് ടേക്സ് അല്ലെങ്കിൽ ഹാൻഡിൽ ദി എക്സെപ്ഷൻ. ഈ എക്സെപ്ഷനെ ഇയാൾ ഹാൻഡിൽ ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ ഇത്രയൊക്കെ കഥ പറഞ്ഞാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ട്രൈ എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ക്ലോസിംഗ് ബ്രാക്കറ്റും. ഓപ്പണിംഗ് ബ്രാക്കറ്റിനും ക്ലോസിംഗ് ബ്രാക്കറ്റിനും അകത്തായിരിക്കണം എറർ വരാൻ ചാൻസ് ഉള്ളത്. ഇതിന് പുറത്തൊരു എറർ വന്നാൽ ഇയാൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ട്രൈക്കകത്താണ് ഒരു എറർ ഹിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു എറർ ഹിറ്റ് ചെയ്താൽ അടുത്ത ലൈൻ അല്ലെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ത്രോ ഉപയോഗിച്ച് ആ എക്സെപ്ഷനെ ത്രോ ചെയ്യുക. അന്നേരം ത്രോ ഇരിക്കുന്നതും ട്രൈക്കകത്താണ്. എറർ സംഭവിക്കുന്നതും ട്രൈക്കകത്താണ്. ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ ത്രോ എന്ത് ചെയ്യും, ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യും. അങ്ങനെ ത്രോ ചെയ്താൽ ട്രൈയുടെ ബ്ലോക്കിന്റെ തൊട്ടടുത്ത് ഇമീഡിയറ്റ്ലി അടുത്തായിരിക്കണം. അല്ല ദൂരെ എവിടെയും കൊണ്ടുവച്ച കാര്യമില്ല. കാരണം മുന്നിൽ സെൻസർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു വയർ വഴിയാണ് ഫ്രണ്ടിലേക്ക് കൊണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അല്ലാതെ ഈ പുറകെ ഡിസ്പ്ലേ ചെയ്തിട്ട് കാര്യമുണ്ടോ?
ഡ്രൈവർ തിരിഞ്ഞു നോക്കണ്ടേ ഓരോ പ്രാവശ്യം. പുറയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന് വേണ്ടിയല്ലേ ഈ സെൻസർ വെച്ചത് തന്നെ. ഏത് സെൻസർ? പുറയിലോട്ട് റിവേഴ്സ് ഗിയർ ഇടുമ്പം പുറയിൽ എന്തൊക്കെ ഒബ്ജക്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്നത് ഈ ഡ്രൈവറുടെ പുറയിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. എന്നിട്ട് അത് തൊട്ടടുത്ത് തന്നെ ആയിരിക്കണം. ട്രൈ ബ്ലോക്കിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റത്തില്ല. ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ ദ ട്രൈ ബ്ലോക്ക്. ആര്? ക്യാച്ച്. ക്യാച്ച് ഷുഡ് ബി ഇമീഡിയറ്റ്ലി ഫോളോഡ് ബൈ ദ ട്രൈ ബ്ലോക്ക്. ട്രൈ ബ്ലോക്കിനെ ഇമീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ അയാൾ പറ്റത്തില്ല. അതിന് ഇങ്ങനെ ത്രോ ചെയ്താൽ ഈ എക്സെപ്ഷനെ ഈ ക്യാച്ച് റിസീവ് ചെയ്തിട്ട് അയാൾക്ക് മനസ്സിലായി ഇപ്പം എന്താ പ്രശ്നം. അയാൾക്ക് അറിയാം ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. ഇവിടെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് പ്രിന്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. വണ്ടിക്കകത്താണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ മെക്കാനിസം പരിപാടിയൊക്കെ വേറെയാണ്. ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇവിടെ നമുക്കൊരു മെസ്സേജ് പറയാൻ പറ്റും. അതുകൊണ്ട് അവിടെ ഒരു എറർ ഉണ്ടായേ, ഇത് ഇന്ന ആണ് സംഭവിച്ചതെന്ന് പറയാം. എന്നിട്ട് ഇതിന് ബാക്കിയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യും. സാധാ കേസിൽ അങ്ങനല്ല. ഒരു എറർ ഉണ്ടായാൽ പ്രോഗ്രാമിനെ അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ ടെർമിനേറ്റ് ചെയ്യാതെ ആ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരെ വർക്ക് ചെയ്യിക്കുന്ന പരിപാടി വയ്ക്കുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്. ക്ലാസിന്റെ പേര് എ. രണ്ട് വേരിയബിളുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്. പബ്ലിക് ഒരു ഡീഫാൾട്ട് കൺസ്ട്രക്ട് വെച്ചു. ഡീഫാൾട്ട് കൺസ്ട്രക്ടറിനകത്ത് 2 നമ്പർ മേടിക്കുന്നു. ഇവിടാണ് എറർ വരാനുള്ള ചാൻസ് എന്നുള്ളത് കൊണ്ട് ട്രൈ എഴുതി. ട്രൈക്കകത്ത് എപ്പോഴും എറർ വരാവും. ട്രൈക്കകത്ത് പറഞ്ഞ എൻ്റെ 2 നമ്പേഴ്സ് 2 നമ്പർ വാങ്ങിച്ചു. സി ഇൻ എ വാങ്ങിച്ചു, ബി മേടിച്ചു. എന്നിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു A/B. ഈ ഒരു ലൈൻ മാത്രമാണ് സത്യത്തിൽ എറർ വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഇത് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലൈൻ മാത്രം അറിഞ്ഞുകൂടാങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ലൈൻസിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ അങ്ങ് ട്രൈക്കകത്ത് എഴുതും. കാരണം ഇതിനകത്ത് എറർ വരാവും. അങ്ങനെ ഇവിടാണ് എറർ വരാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ ഇവിടെ എറർ വന്നാൽ ത്രോ ചെയ്തു. ത്രോ ബി. ത്രോ ബി എന്ന് എഴുതിയാൽ ബ്രാക്കറ്റ് എഴുതിയേക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുമെന്റ് ഇൻഡിജറോ ഫ്ലോട്ടോ ഡബിളോ എന്തോ വേണം പാസ് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പാസ് ചെയ്തിരിക്കുന്ന ബി ആണ്. ബിയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിജർ ആണ്. ട്രൈ ക്ലോസ് ചെയ്തു. ട്രൈയുടെ തൊട്ടടുത്ത് തന്നെ ക്യാച്ച് ഉണ്ടായിരിക്കണം. ക്യാച്ചിനകത്ത് ആ ബി ഇതാണ്ട് റിസീവ് ചെയ്യാനുള്ള പാരാമീറ്റർ ആണ് ഇ. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ കോൾ പോലെ തന്നെ ഉള്ളൂ. ക്യാച്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. പക്ഷെ കോൾ ചെയ്യുന്ന ക്യാച്ച് വെച്ചല്ല, ത്രോ വെച്ചാണെന്ന് മാത്രം. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷനും ഇത് ഫംഗ്ഷൻ കോളിങ്ങുമാണ്. എന്നിട്ട് പക്ഷെ കോൾ ചെയ്യുന്ന ക്യാച്ച് എന്നും പറഞ്ഞല്ല, കോൾ ചെയ്യുന്ന ത്രോ എന്നും പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന ആർഗ്യുമെന്റ്. ഈ ആർഗ്യുമെന്റിന്റെ കോപ്പി ഇക്കകത്ത് വന്നു. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഹാൻഡിൽ ചെയ്തതാണ് സിയോട്ട് കോട്ട് ആൻഡ് എക്സെപ്ഷൻ ഇ. ഇയുടെ വാല്യൂ എന്ന് വെച്ചാൽ ബിയുടെ വാല്യൂ ആണ്. ആ ബി പ്രിന്റ് ചെയ്തു. ക്യാച്ച് ക്ലോസ് ചെയ്തു. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ക്ലാസ് ക്ലോസ് ചെയ്തു. മെയിനകത്ത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി OBJ. എന്നിട്ട് റിട്ടേൺ ചെയ്തു. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഒരു ബേസിക് പ്രോഗ്രാം. നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കുന്ന സാധനമാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ സാധാ കേസിൽ ഈ ഹാൻഡിൽ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്തേനെ. ഇത് ടെർമിനേറ്റ് ചെയ്യത്തില്ല. അല്ലാണ്ട് ഇത് പ്രിന്റ് ചെയ്യും. അല്ല, ഇത് കഴിഞ്ഞ് എന്തൊക്കെയുണ്ടോ അതെല്ലാം വർക്ക് ചെയ്യും. സാധാ കേസിൽ നമുക്കൊരു റൺ ടൈം എക്സെപ്ഷൻ വന്നാൽ അവിടെ വെച്ച് പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യും. ഈ കേസിൽ ടെർമിനേറ്റ് ചെയ്തില്ല. അതാണ്ട് ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ട് ഇതിന്റെ താഴെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്തേനെ. ഇതാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ ഒരു ബേസിക് പ്രോഗ്രാം. പോയിട്ട് ഇനി എഴുതും. എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിന്റെ എക്സാമ്പിൾ ഡിവൈഡ് ബൈ 0യുടെ എക്സാമ്പിൾ. കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോഗ്രാമിന് എററൊന്നും കാണത്തില്ല. പക്ഷെ റൺ ടൈമിൽ ബിയുടെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുമ്പോൾ എറർ വരാം. അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ വരാം. ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തിരിക്കുകയാണ്. അതവിടെ ക്ലാസ് ക്യാപിറ്റൽ. ക്ലാസ്സിനകത്ത് 2 വേരിയബിൾ ഇൻഡ് A, B. പബ്ലിക് ഒരു ഡീഫാൾട്ട് കൺസ്ട്രക്ട് വെക്കുന്നു. ഇനി ഞാൻ എഴുതുന്ന സ്റ്റേറ്റ്മെന്റുകളിലാണ് എറർ വരാൻ ചാൻസ്. എറർ എപ്പോഴും ട്രൈക്കകത്തേ വരാവൂ. അതുകൊണ്ട് കംപ്ലീറ്റ് സാധനം ട്രൈക്കകത്ത് എഴുതുന്നു. ട്രൈ ഒരു ബ്ലോക്കാണ്. ഒരു ബ്രേസസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞ എൻ്റെ 2 നമ്പേഴ്സ് സി ഇൻ കേർത്താൻ ബി. എയും ബിയും വാങ്ങിച്ചു. കണ്ട് ഇഫ് ബിയുടെ വാല്യൂ 0 ആണെങ്കിൽ എറർ വരുന്നത്. ഇഫ് ബി ഈക്വൽസ് 0 ആണെങ്കിൽ ത്രോ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ ഹിറ്റ് ചെയ്തു. ഹിറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ത്രോ ചെയ്യണം. ഇതാ ത്രോ ചെയ്തു. ത്രോ ബി.
ബ്രാക്കറ്റിൽ ത്രോയ്ക്കകത്ത് എന്ത് വേണമെങ്കിലും പാസ് ചെയ്യാം. എൽസ് ആണെങ്കിൽ എ ബൈ ബി പ്രിന്റ് ചെയ്തു, ബിയുടെ വാല്യൂ 0 അല്ല, അന്നേരം ആൻസർ പ്രിന്റ് ചെയ്തു. ട്രൈ ക്ലോസ് ചെയ്തു. ട്രൈയുടെ തൊട്ടടുത്ത് തന്നെ ക്യാച്ച് ഉണ്ടായിരിക്കണം. ആ ക്യാച്ച് ഉണ്ട്. ത്രോ ഇൻഫോം ചെയ്യുമ്പം സംഭവിക്കുന്ന ഈ ക്യാച്ച് എന്ന് പറയുന്ന ആൾ റിസീവ് ചെയ്യും. റിസീവ് ചെയ്തേക്കുന്ന ബിയുടെ വാല്യൂ ആണ്. ഇതിനകത്ത് എന്താ മെസ്സേജ് വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ എഴുതിയേക്കുന്ന കോട്ട് ആൻഡ് എക്സെപ്ഷൻ ഇ, ബിയുടെ വാല്യൂ 0 ആണ്. ആ ഈ കോട്ട് ആൻഡ് എക്സെപ്ഷൻ 0 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. ക്യാച്ച് ക്ലോസ് ചെയ്യുന്നു. ഇത്ര എഴുതിക്കൊണ്ടിരിക്കുന്ന ഫംഗ്ഷനകത്താണ്. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ക്ലാസ് ക്ലോസ് ചെയ്തു. മെയിൻ എഴുതി. മെയിനകത്ത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഒബി ചെയ്യും. ഇതാണ് റൺ ടൈം എക്സെപ്ഷൻ്റെ എക്സാമ്പിൾ. കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെന്റുകൾ എഴുതാം. ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് എഴുതാവുന്നത് കൊണ്ട് ഒന്നിൽ കൂടുതൽ ത്രോകൾ എഴുതാം. പല ടൈപ്പിലുള്ള ത്രോകൾ എഴുതാം. പക്ഷേ ഒരു ട്രൈയേ പറ്റത്തുള്ളൂ. ട്രൈ എന്തായിരുന്നു? എറർ വരാൻ ചാൻസ് ഉള്ള സ്ഥലം. എറർ വരാൻ ചാൻസ് ഉള്ള സ്ഥലം ഒരെണ്ണേ ഉള്ളൂ. അതിനകത്താണ് എറർ വരുന്നത്. അതിനകത്ത് ഒന്നിൽ കൂടുതൽ ത്രോ എഴുതാം. അങ്ങനെ ആർഗ്യുമെന്റ് മാറ്റി മാറ്റി കൊടുക്കാം. ഒരു ത്രോ വിളിച്ചപ്പം ഇൻഡിജർ ബ്രാക്കറ്റ് പാസ് ചെയ്യാം. ഇപ്പം ഞാൻ ബിയാ പാസ് ചെയ്തത്. വേറെ ത്രോ വിളിച്ചപ്പം ക്യാരക്ടർ പാസ് ചെയ്യാം. വേറൊരു ത്രോ വിളിച്ചപ്പം ഫ്ലോട്ട് പാസ് ചെയ്യാം. വേറൊരു ത്രോ വിളിച്ചപ്പം സ്ട്രിങ് പാസ് ചെയ്യാം. അപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് 4 ടൈപ്പ് ത്രോകൾ എഴുതി. അന്നേരം ഇതെന്താ വേണം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ ഡെഫിനിഷൻ വേണം. എന്ന് വെച്ചാൽ ഇതൊരു ക്യാച്ച്, വേറൊരു ക്യാച്ച്, അങ്ങനെ മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ എഴുതാം. ഇതിൽ അടുത്ത ഹെഡിംഗ് ആണ് മൾട്ടിപ്പിൾ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്. We can have more than one catch block. More than one catch block. ഇതും ഫംഗ്ഷൻ ഓവർലോഡിംഗ് അല്ലേ? ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആണ്. എക്സെപ്ഷൻ ഹാൻഡ്ലിംഗിൽ ഒന്നിൽ കൂടുതൽ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിന്റെ എല്ലാ പാരാമീറ്റർ വ്യത്യാസം. ഈ ക്യാച്ച് സ്റ്റേറ്റ്മെന്റിനെ 4 പ്രാവശ്യം ട്രൈക്കകത്ത് നിന്ന് വിളിച്ചു. ആദ്യം ട്രൈക്കകത്ത് വിളിച്ചത് ത്രോ 10 എന്ന് വെച്ചാൽ ഇൻറ്റിജർ പാസ് ചെയ്തു. വീണ്ടും വിളിച്ചപ്പം ത്രോ 10.5 ഫ്ലോട്ടാണ് പാസ് ചെയ്തത്. മൂന്നാമത് വിളിച്ചപ്പോൾ ത്രോ ക്യാരക്ടർ ആണ് വിളിച്ചത്. നാലാമത് വിളിച്ചപ്പോൾ സ്ട്രിംഗ് ആണ് വിളിച്ചത്. ത്രോ ഐ ആം സോറി. അന്നേരം ഇതിന് 4 എന്താ വേണം? ക്യാച്ച് സ്റ്റേറ്റ്മെന്റ് വേണം. അത് ഞാൻ 4 സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ 4 സ്റ്റേറ്റ്മെന്റിന് പകരം ടെംപ്ലേറ്റ് പോലെ ഒറ്റ ഫംഗ്ഷൻ ഡെഫിനിഷൻ വെച്ച് പറ്റുമോ? പഠിക്കാവോ? ഏത് ടൈപ്പിലുള്ള പാരാമീറ്റർ വെച്ച് ത്രോ ചെയ്താലും, ആര് വിളിച്ചാലും അല്ലെ ആര് ഇൻഫോം ചെയ്താലും വിളി കേൾക്കാനായിട്ട് ഒരൊറ്റ ക്യാച്ച് ഫംഗ്ഷൻ. അതാ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ഏബിൾ ടു ഹാൻഡിൽ എനി ടൈപ്പ് ഓഫ് എറേഴ്സ് അല്ലെങ്കിൽ എനി ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. റൺ ടൈമിൽ എവിടെയെങ്കിലും ഒരു എറർ വന്നാൽ ഏതെല്ലാം ടൈപ്പിൽ വിളിച്ചാലും ഇയാൾ വിളി കേട്ടോളും, അല്ലെങ്കിൽ ഇയാൾ വർക്ക് ചെയ്തോളും. അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് പറയാൻ പോകുന്നത്. അതിന് ഈ ബാക്കിയുള്ള ക്യാച്ച് എല്ലാം ഞാൻ കളഞ്ഞു. ഇതിന് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഒരു ഫംഗ്ഷൻ ഡെഫിനിഷൻ അല്ലേ ഉള്ളൂ, ഒറ്റ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇതിനകത്ത് ഈ ഡേറ്റ ടൈപ്പിനും വേരിയബിളിനും ഒക്കെ പകരം 3 കുത്തിട്ടാണ്. 1, 2, 3. ഇറ്റ് ക്യാൻ ഏബിൾ ടു ഹാൻഡിൽ എനി ടൈപ്പ് ഓഫ് ഡേറ്റ. ഇതാണ് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ത്രോയെ കൈകാര്യം ചെയ്യാൻ അല്ലെ ഹാൻഡിൽ ചെയ്യാൻ ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ഒറ്റ ക്യാച്ച് സ്റ്റേറ്റ്മെന്റ്. മെറ്റേൻ്റെ ഒട്ടും ഇത് വേണ്ട, ഏത് വേണ്ട, ടെംപ്ലേറ്റ് ഒന്നും വേണ്ട, ഇങ്ങനെ എഴുതിയാൽ മതി. ഇത് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. എഴുതും.
എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇപ്പൊ എഴുതിക്കൂടെ? എഴുതാം, എഴുതും. അടുത്ത ക്ലാസ് എ. ക്ലാസ് എക്കകത്ത് 2 വേരിയബിൾ എ ഉണ്ട് ബി ഉണ്ട്. ഇൻഡ് എ ഉണ്ട് ബി ഉണ്ട്. പബ്ലിക്. എന്നിട്ട് ഞാൻ ഡിഫാൾട്ട് കൺസെപ്റ്റ് എഴുതി. ഡിഫാൾട്ട് കൺസെപ്റ്റിനകത്ത് ഞാൻ പറഞ്ഞു എൻ്റെ 2 നമ്പേഴ്സ്, സി ഔട്ട് എൻ്റെ 2 നമ്പേഴ്സ് എയും ബിയും വാങ്ങിച്ചു. സി ഇൻ ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ബി. എന്നിട്ട് ഇവിടെ പറഞ്ഞു ഇഫ് ബി ഈക്വൽ 0 ആണെങ്കിൽ ത്രോ ചെയ്യണം. എൽസ് ആണെങ്കിൽ എൽസ് സി ഔട്ട് എ ബൈ ബി പ്രിന്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ത്രോ ചെയ്യാനും ഒക്കെ പറഞ്ഞു. ത്രോ എപ്പോഴും വരട്ടെ. ത്രോ പറഞ്ഞ എന്തോതിനകത്ത്? ട്രൈക്കകത്ത്. ഇതിനകത്ത് ട്രൈ എഴുതിയില്ല. ഇതാണ്ട് ഇവിടെ എഴുതിയാൽ ഇവിടെ എഴുതിയാൽ ഇവിടെ വെച്ചല്ലേ വിളിക്കുന്നത്. എവിടാണോ എറർ തരാൻ ചാൻസ് ഉള്ളത് അത് ട്രൈക്കകത്ത് വന്നാൽ മതി. ട്രൈ കഴിഞ്ഞാൽ ഉടനെ ക്യാച്ച് വരും. Please like, support and subscribe.